ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ ഒരു റീലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്നുള്ളതാണ്. കേരളം ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് വരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ഇട്ട് അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. ബാങ്കുകാർ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലൊരു ബിൽഡിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സർ നോക്കായിരുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പൊ എറണാകുളത്ത് നമ്മൾ നോക്കാൻ അറിയാം, പല പ്രോപ്പർട്ടീസിന്റെ ഓണേഴ്സ് ആരാണെന്ന് ആർക്കും അറിയത്തില്ലാത്ത പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. ഓരോ ഫീൽഡിലും അതാത് ഫീൽഡിന്റെ എക്സ്പേർട്സിനാണ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത്. അത് തന്നെയാണ് ബിൽടെക്കും ചെയ്യുന്നത്. വെറുതെ കണ്ണും പൂട്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഷ്യൂർ ആകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാനായിട്ടാണ് കൺസൾട്ടൻസ് എടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസ് ആയിട്ട് നിന്നിട്ടുള്ള സെലിബ്രിറ്റീസ് പലരും മരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ യങ് ജനറേഷനെ നോക്കുകയാണെങ്കിൽ അറിയാം, അവർക്ക് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരൊരു സെക്കൻഡറി ഇൻകം, ഒരു പാസീവ് ഇൻകം എന്നുള്ളത് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആണ്. ബിൽടെക് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിന്റെ ഫിനാൻഷ്യൽ മാനേജറും അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സിലെ ഒരാളുമായ റോസ്മേരി തോമസ് ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹലോ മാം, ഷോയിലേക്ക് സ്വാഗതം. മാം നമ്മുടെ ബിൽടെക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് കം പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിന്റെ ഫിനാൻഷ്യൽ ഡയറക്ടറാണ്. ശരിക്കും നമ്മുടെ കേരളത്തിലാണ് മാഡത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അതെ, ഇതൊരു ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ഒരു സ്റ്റേറ്റ് തന്നെയാണോ കേരളം? അങ്ങനെ ചോദിച്ചാല് നമ്മളെല്ലാവരും ജനിച്ചു വളർന്നത് കേരളത്തിൽ തന്നെയാണ്. മീൻസ് ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ ഒരു റീലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്നുള്ളതാണ്. ഇത്രയും നല്ല കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഉള്ള സ്ഥലം ലോകത്ത് തന്നെ വേറെ അധികം ഇല്ല. അപ്പൊ ഇവിടുന്ന് വിദേശത്തോട്ട് പഠിക്കാൻ പോയ നമ്മുടെ പല കുട്ടികളോടും ചോദിച്ചാൽ അറിയാം, അവർക്ക് അവിടെ അനുഭവിക്കുന്ന ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ, ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ മാസങ്ങളോളം നീണ്ടു നിൽക്കും. നമ്മൾക്കൊരു പനി വന്നാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകും, അവിടെയൊന്നും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ പോയ ആൾക്കാര് ആ ഒരു പുറം മോടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഒത്തിരി പേർക്കും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് നമ്മൾക്ക് ഇപ്പം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് വരുന്ന എൻക്വയറീസിലൊക്കെ ആദ്യ സമയത്ത് ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ മൈഗ്രൻസ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ഇവിടെ ഇനി ആരും വീടുകളൊന്നും പണിയില്ല എന്നൊക്കെ നമുക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ അറിയാം നല്ലപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് വരും. അതാണ് കേരള ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പോൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടും ഒരുപാട് പ്രൊജക്ട്സ് ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്. ഈയിടെ തന്നെ ഇൻവെസ്റ്റ് കേരള എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ എന്തോരം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളം ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് വരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് ഫാമിലിയുടെ കാര്യം നോക്കി നിൽക്കുന്ന സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ പ്രീമിയം ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരും അവരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയണം നിർബന്ധമില്ലേ? നമ്മളൊരാളെ അറിയിച്ചു കൊടുക്കാനുണ്ടാവണം അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് അറിയാൻ ഒരു ചാൻസ് ഉണ്ടാവുന്നത്? അവിടെയാണ് ശരിക്കും ബിൽടെക്കിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ആദ്യമത്തെ ഒരു ക്ലയന്റ് കോൾ മുതൽ നമ്മൾക്കത് അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഓപ്ഷൻസ് ആണുള്ളത്, ഓരോ ലൊക്കേഷനിലും ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്, അതിന് ഏതൊക്കെ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മാളിനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ പറയുന്നത് റെന്റൽസ് കൊടുക്കാൻ പറ്റുന്ന ചെറിയ അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഓരോ സ്ഥലത്തെയും ആ സ്ഥലങ്ങളുടെ പ്രത്യേകത, അവിടുത്തെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മളുടെ എക്സ്പേർട്ട് ടീം അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷനെ കുറിച്ചും ആ ഒരു പ്രൊജക്ടിനെ കുറിച്ചും അവിടെ ഉണ്ടാകാവുന്ന പ്രൊജക്ട് കോസ്റ്റിനെ കുറിച്ചും ക്ലയന്റിന്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്നത്. ഇന്ന് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് നമുക്ക് പോകാം, ഇതിവിടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അതൊരു യുണീക് തിങ് ആണ്. കാരണം ആദ്യം കൺസൾട്ടൻസി ചെയ്തിട്ട് ഗൈഡ് മാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു, നമുക്ക് കുറച്ച് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ചെയ്യുന്നതും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടെ സ്ഥലം മേടിച്ചു, ഇവിടെ സ്ഥലം മേടിച്ചു, ഞാൻ ആ ഭാഗത്ത് മേടിച്ചു, ഈ ഭാഗത്ത് മേടിച്ചു എന്ന് പറയാറുണ്ട്. പിന്നീട് അത് എഴുതി കൊടുക്കും, അടുത്ത ജനറേഷൻ എഴുതി കൊടുക്കും. ചിലപ്പോൾ ആ സ്ഥലം അങ്ങനെ ചിലർ അതിൽ വീട് വെക്കും, അങ്ങനെയൊക്കെയല്ലേ മാക്സിമം ചെയ്യുന്നത്.
അപ്പൊ ശരിക്കും അങ്ങനെ സ്ഥലം മേടിച്ച് ഇങ്ങനെ കൂട്ടി ഇടുന്നതും ശരിക്കും ശരിയാണോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണ്? അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിന് രണ്ട് ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ഇട്ട് അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. ഈവൻ നമ്മളൊരു ബാങ്കിൽ ലോണിന് ഒരു കൊളാറ്ററലിന് പോയാൽ പോലും ബാങ്കുകാർ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലൊരു ബിൽഡിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സർ നോക്കായിരുന്നു എന്ന് പറയാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സൈഡ് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് വേക്കന്റ് ലാൻഡ് വാങ്ങിച്ചിടുന്നതിനേക്കാളും നല്ലത് ഒരു സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി പണിയുന്നതാണ്. ഇങ്ങനെയുള്ള അഡ്വൈസുകളാണ് നമ്മൾ സാധാരണ ക്ലയൻസിന് കൊടുക്കുന്നതും. അതിന്റെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് അത് നമ്മളുടെ നാടിനുള്ള ഒരു പുരോഗതി. ഈ നഗരമധ്യത്തിൽ രണ്ട് സ്ഥലത്ത് വെറും വേക്കന്റ് ആയിട്ട് പ്ലോട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ കാട് പിടിച്ച് കുറച്ച് പേര് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതേസമയം നമ്മളവിടെ ഒരു ബിൽഡിംഗ് പണിയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കൂടുതൽ ആൾക്കാർക്ക്, ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിതിടുമ്പോൾ നമ്മൾക്കതൊരു ഇൻകം തരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് പണിതിട്ടുള്ളതെങ്കിൽ വേറെ ഒരാൾക്ക് അതിലൊരു അവിടെ ഒരു ഷോപ്പോ എന്തെങ്കിലും നടത്തി അവർക്കൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ല റെന്റിൽ താമസിക്കാനുള്ള ഒരു വീടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു അക്കോമഡേഷൻ ആണ്. നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊരു സൊസൈറ്റിക്കും അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു സ്ഥലം വാങ്ങിച്ച് ഡെഡാക്കി ഇട്ട് കഴിഞ്ഞ് അത് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോയി ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എറണാകുളത്ത് നമ്മൾ നോക്കാനറിയാം പല പ്രോപ്പർട്ടീസിന്റെ ഓണേഴ്സ് ആരാണെന്ന് ആർക്കും അറിയത്തില്ലാത്ത പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അങ്ങനെ വെറുതെ നമ്മൾ കാട് പിടിച്ച് എലിയും പാറ്റ എല്ലാം കയറി നടക്കുന്നതിനേക്കാളും നല്ലത് അത് നാടിന് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വരും. ശരിയാണല്ലോ പറയുന്നത് 100%. പക്ഷെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആലോചിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇതൊരു കൊല്ലാപ്പാന്നേ, നമ്മളൊരു ബിൽഡിംഗ് കെട്ടി പിന്നെ അതിന്റെ പിറകെ നടക്കണം, അതിപ്പോ കറക്റ്റ് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ റെന്റും പിടിക്കാൻ നടന്ന് അതിന്റെ പിറകെ നടക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും നമുക്ക് എങ്ങനെ അഷ്വർ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് തൊട്ട് എത്ര ബഡ്ജറ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എന്തെങ്കിലും പണിയാം എന്ന് വിചാരിച്ചല്ലോ ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ മേ ബി തലമുറകളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് കറക്റ്റ് ഒരു വിഷൻ ഉണ്ടാവും, ഇത് ഇന്ന സ്ഥലത്ത് ഇത് ചെയ്യാം എന്നുള്ളത്. അതില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് ചെയ്യേണ്ടത്, പല പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആകാം, ചിലപ്പോൾ സ്മോൾ ലെൻഡർ, ഇപ്പൊ Airbnb പോലെയുള്ള റെന്റ് മാനേജ്മെന്റ് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏത് ഓപ്ഷനിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോൺ വേണോ അല്ലെങ്കിൽ നമ്മൾ ഓൺ ഫണ്ടിൽ ചെയ്യുന്നതാണോ, ഏതാണ് ബെറ്റർ എന്നുള്ളതൊക്കെ നമ്മൾക്കൊരു കൺസൾട്ടൻസി ആയിട്ട് അത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ മാം, കുറച്ചുമ്പോ മാഡം പറഞ്ഞു ഒരു ഡെറ്റ് പ്രോപ്പർട്ടീസ് ആണ് കൂടുതലും, നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിറ്റിട്ട് ആ കാശെടുത്ത് നമുക്ക് പലതും ചെയ്യാം. പക്ഷെ അത് ചെയ്യാണ്ട് അവിടെ ഒരു ബിൽഡിംഗ് തന്നെ വേണം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബിൽഡിംഗ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അത് വിറ്റ് എന്ത് വേണേലും ചെയ്യാന്ന് ഇപ്പൊ വീണ പറഞ്ഞല്ലോ, അതോടെ അതവിടെ കഴിയാണ്. അതേസമയം നമ്മൾ അതിലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ബിൽഡിംഗ് അതിൽ വരുമ്പോഴാണ് അതിനൊരു റിട്ടേൺ വരുന്നത്. ആ റിട്ടേൺ കിട്ടുന്ന നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഡെഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നതും നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഇൻകം ഏണിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ആ ആൾക്കാർക്ക് അത് ടേക്ക് കെയർ ചെയ്യാൻ തോന്നുന്നതും അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തൊട്ട് അത് ഫ്യൂച്ചറിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം അതൊരു ഇൻകം ഏണിംഗ് പ്രോപ്പർട്ടി ആയിരിക്കുമ്പോഴാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനും കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നത് ഒരു ഡെഡ് പ്രോപ്പർട്ടി ആയിട്ട് അവിടെ തന്നെ കിടക്കുമായിരിക്കും അല്ലെ, അതങ്ങോട്ട് മൈൻഡ് ചെയ്യത്തില്ല. ഇതേസമയം കുട്ടികൾക്ക് കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ അവർ ചിലപ്പോ ഒരുമിച്ച് നിന്നു വരും. അതിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ പുറത്ത് പല ഓപ്ഷൻസ് കാണുമല്ലോ. ആസ് പെർ എന്തായാലും നല്ലപോലെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്ഷൻസ് ഒക്കെ റിസർച്ച് ചെയ്തും നല്ല പരിചയം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ആ ഓപ്ഷൻസ് വരുന്നത്? ഓരോ പ്രോപ്പർട്ടിയിലും ഉള്ള കൺസ്ട്രക്ഷന്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിന്റെ ലൊക്കാലിറ്റി, സൈസ് ഓഫ് ദ പ്ലോട്ട്, അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതിനാണ് നമ്മുടെ കൺസൾട്ടൻസി അവിടെ യൂസ്ഫുൾ ആകുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് മൾട്ടിനാഷണൽ കമ്പനികളിലെ നോക്കിയെന്നാലും അവരിവിടെ ഒരു പ്രൊജക്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കൺസൾട്ടൻസികളെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓരോ ഫീൽഡിലും അതാത് ഫീൽഡിന്റെ എക്സ്പേർട്സിനാണ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത്. അതുതന്നെയാണ് ബിൽടെക്കും ചെയ്യുന്നത്. ഓരോ പ്രൊജക്ടിനും വേണ്ടുന്ന അതിന്റെ പലതരത്തിലുള്ള, അത് ഓരോ വ്യക്തിയായിട്ടല്ല ചെയ്യുന്നത്, ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ആ ടീമിൽ ഓരോ ഫീൽഡിലും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ടീമിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ, ഇതാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു NRI
വന്നിട്ട് ഇപ്പൊ അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അപ്പൊ അതിൽ അവർക്കൊരു ഡ്രീം പ്രോജക്റ്റും ഉണ്ട്, പക്ഷെ അവർക്ക് നാട്ടിൽ വന്ന് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലല്ല. അപ്പൊ അത് ബിൽടെക്കിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എങ്ങനെയാണ് നമുക്ക് അവരെ ഒന്ന് അഷ്വർ ചെയ്യാനും, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. നമ്മൾ പൈസ പോവുമോ, പൈസ വരുമോ, ഉറപ്പായിട്ടും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ എന്നൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ ചിന്തിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാവും ചിന്തിക്കുക. അപ്പൊ അത് ഏത് രീതിയിലാണ് ആ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ആസ് എ ഫിനാൻഷ്യൽ ഡയറക്ടർ മാം അഷ്വർ ചെയ്യുന്നത്? അതിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു NRI നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് അവർ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കാം മോസ്റ്റ്ലി അവരിവിടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവരുടെ ഒരു പ്ലാൻ ബി എന്ന് വേണമെങ്കിലും പറയാം. അവരുടെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു വരിക എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും അവർ നമ്മളുടെ അടുത്ത് ഈ ഒരു അഡ്വൈസിന് വരുന്നത്. അങ്ങനെയുള്ള അഡ്വൈസിന് വരുമ്പോൾ അവർക്ക് എന്ത് റിട്ടേൺ ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാം, ഏത് ബഡ്ജറ്റിൽ ഈ പ്രൊജക്ടിന് ചെയ്യാൻ പറ്റും, എത്ര സൈസബിൾ ആണ് ഈ പ്രൊജക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ബിൽടെക് കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നേരത്തെ ഞാൻ ആ കൺസൾട്ടൻസി പാർട്ടിൽ പറഞ്ഞത് തന്നെ, എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബിൽടെക്കിനെ അപ്രോച്ച് ചെയ്യുക, ഒരു കൺസൾട്ടൻസി എടുക്കുക. വെറുതെ കണ്ണും പൂട്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഷ്വർ ആകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാനായിട്ടാണ് കൺസൾട്ടൻസി എടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ക്ലയന്റിന് അവർ ഓൾറെഡി അവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അവരവിടെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് പിന്നീട് മനസ്സിലാകാതെ അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു റിട്ടേൺസ് കിട്ടുന്നില്ല, അതിങ്ങനെ ബിൽടെക്കിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മാറ്റി, പ്രോജക്റ്റിന്റെ പ്ലാൻ മാറ്റി, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കംപ്ലീറ്റ്ലി കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഒരു പ്രൊജക്റ്റിലോട്ട് നമ്മൾ പോയിട്ടില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത ഒരു ഐഡിയ ആയിട്ട് വന്ന ആൾക്കാരെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും പലർക്കും മനസ്സിലാവുക, ഇതല്ല, ഇത് ഇത്രയും നല്ല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ മാറ്റി പ്രൊജക്ട് ചെയ്യുകയും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നമ്മളുടെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. ഓക്കെ മാം, സാധാരണ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ചിന്തിക്കുന്ന ഹോട്ടൽസ് ആണ്. ഒരു സാധാരണക്കാരനായാലും കൂടിയും ഒരു പ്രീമിയം ആളായാലും ഹോട്ടൽസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഡെഫിനറ്റ്ലി കൺസൾട്ടൻസി കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ എന്താണെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതവിടെ ഇരിക്കെ ഞാൻ ചോദിക്കുകയാണ്, വേറെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ, ഇപ്പം എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേണോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ആയിരിക്കില്ല കുറച്ചൊരു ഗ്രാമപ്രദേശത്തിലോട്ട് പോയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരു കൺസൾട്ടൻസിയിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് പറഞ്ഞ ഇപ്പൊ Airbnb ഒക്കെ പോലുള്ള റെന്റൽ ഇത് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബിൽഡിങ്സ് ആണോ ഇവിടെ ബെറ്റർ ആകുന്നത്, അതോ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കുമോ ബെറ്റർ ആയിട്ട് വരിക? പിന്നെ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ IT ബിൽഡിങ്സ്, IT പ്രൊജക്ട്സിന് പറ്റിയ ബിൽഡിങ്സ്, അതൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഏതാണെന്നുള്ളത് ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടീം അതിലൊരു ഒപ്പീനിയൻ പറയുന്നത്. പൈസ ഉള്ള ആൾക്കാരായിക്കോട്ടെ, പൈസ ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാശുള്ള ആൾക്കാരായിക്കോട്ടെ, അപ്പൊ അവർക്കായാലും ഒരു ചെറിയൊരു ഇത് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു ഇതുണ്ട്, അപ്പൊ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് നിങ്ങളുടെ അപ്രോച്ച് അവരോട്? ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് പറയുമെങ്കിൽ പോലും അത് ശരിക്കും എല്ലാവരും മാൻഡേറ്ററി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് നമ്മളുടെ അടുത്ത് നമ്മൾ ഒരു പഴഞ്ചൊല്ല് പോലെ കേട്ടിട്ടുള്ള കാര്യമാണ്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ളത്. അങ്ങനെ പറയുന്നത് അന്ന് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എല്ലാവരും കൃഷിക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട തൈകൾ, നമ്മൾ നടേണ്ട തൈകളാണ് ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ അതിൽ പ്രോപ്പർട്ടിയിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെ ഉള്ള, അതായത് ഈ എന്ത് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ കൺസൾട്ടൻസി ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കൺമുൻപിലാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അവരെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യിച്ച് അവർ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസ് ആയിട്ട് നിന്നിട്ടുള്ള സെലിബ്രിറ്റീസ് പലരും മരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ യങ് ജനറേഷനെ നോക്കുകയാണെങ്കിൽ അറിയാം, അവർക്ക് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരൊരു സെക്കൻഡറി ഇൻകം, ഒരു പാസീവ് ഇൻകം എന്നുള്ളത് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് എല്ലാവരെയും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയും. പൊതുവെ മനുഷ്യരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എന്തായാലും നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ അനദർ ഇൻകം കിട്ടുന്ന രീതിയിലോട്ടുള്ള ഒരു സേവിങ്സിലോട്ട്
ഓപ്ഷനിലോട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണം. അത് നമ്മൾക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ള സമയത്ത് നമ്മൾക്കൊരു ലോൺ എടുത്തിട്ടാണെങ്കിലും ശരി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ലോണിന് വേണ്ടുന്ന എല്ലാ കൺസൾട്ടൻസികളും നമ്മളുടെ ബിൽടെക്കിൽ അത് ചെയ്യുന്നുണ്ട്. അതെ, ഒട്ടും കാലതാമസം ഇല്ലാതെ കാലതാമസം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി. അതും അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതും അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് വേറൊരു ഇൻകം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ലോൺ ഓപ്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോൺ ഒരു പക്ഷെ നമ്മുടെ ഇൻകം കൊണ്ട് നമുക്ക് റീപേ ചെയ്യാൻ പറ്റുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ പ്രോപ്പർട്ടി അവിടെ അപ്പ് ആവുകയാണ്. അപ്പൊ പ്രോപ്പർട്ടിക്ക് വേണ്ടുന്ന ഫണ്ടിങ് ലോൺ ചെയ്യുന്നു. അതിന് വേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റേഷൻസും ബിൽടെക്കിൽ നമുക്ക് ചെയ്യാം. നമ്മളത് പലപ്പോഴും പല ബാങ്കുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ്, അതിന് വേണ്ടുന്ന ഏത് രീതിയിലാണ് ബാങ്കുകാർക്ക് പ്രൊജക്ട് റിപ്പോർട്ടുകൾ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്റ്റഡ് ഫൈനാൻഷ്യൽസ് സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽടെക്കിൽ ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം മുമ്പേ നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ അത്രയും മുമ്പേ വന്നു തുടങ്ങുകയാണ്. പിന്നെ ഇന്ന് ചെയ്യുന്നതും 5 വർഷം കഴിഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ കോസ്റ്റിലും വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതൊരു മേജർ ഫാക്ടറാണ്. മാം, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാശുള്ള ഒരാളായാലും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആളായാൽ പോലും ഒരേ ടെൻഷനാണല്ലേ. ഇപ്പൊ നിങ്ങൾ ഒരേ എഫേർട്ടാണ് എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ അവർക്ക് ഒരേ ടെൻഷനാണ്. നമ്മൾക്ക് ഈ കാശ്, ഈ പേപ്പേഴ്സ് ഒക്കെ ശരിയാവോ, അല്ലെങ്കിൽ ലോണ് ശരിയാവോ, എനിക്കിപ്പോ എന്തായാലും കാശ് ഉണ്ടെങ്കിൽ എനിക്ക് ലോൺ എടുത്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? വീണ പറഞ്ഞതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് നമ്മളിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ, അത് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ല ബേസിക്കലി പറഞ്ഞത്. ബാങ്ക് ആക്ച്വലി നമ്മളെക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. എല്ലാ ബാങ്കുകളും ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബാങ്കുകാർ റെഡിയാണ്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടിനേക്കാളും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻകം, അതിലുള്ള ഒരു റിട്ടേണിനേക്കാളും ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ബാങ്ക് ലോൺ പ്രിഫർ ചെയ്യുന്നത്. ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ തുടങ്ങി ഓരോരോ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അതിന്റെ വർക്കിംഗ്സ്, അതായിരിക്കും ആൾക്കാർക്ക് പേടിയുള്ള ഒരു കാര്യം. അവിടെയാണ് നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിന്റെ അടുത്ത് ആർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലോൺ സ്ഥിരമായിട്ട് ചെയ്യുന്നുള്ളത് തന്നെ വേണ്ട ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് നമ്മുടെ അടുത്തുണ്ട്. ഫസ്റ്റ് നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന്റെ ഒരു സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഇത് ബാങ്കിന്റെ സൈഡിലോട്ട് പോകുന്നത് തന്നെ. അപ്പൊ അതിന് വേണ്ടുന്ന പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുക. പിന്നെ അതിന് ഉള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ട്, കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഹൗസിംഗ് ലോണിന് ചെല്ലുന്ന പോലെ അല്ല ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്ടിന്റെ ലോണിനൊക്കെ ചെല്ലുമ്പോൾ അതിന് കൊടുക്കേണ്ട ഡോക്യുമെന്റേഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ അതിലൊന്നും 1% പോലും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യും. നമ്മൾ അത് നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. നമ്മളൊരു പ്രൊജക്ട് എടുക്കുമ്പോൾ ആ പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത് ആ കാശ് കൊണ്ട് മേടിച്ചൊരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ഭദ്രമായിട്ടങ്ങ് ഏൽപ്പിക്കുകയാണ്. പ്രോജക്റ്റിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ക്ലയന്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ബിൽടെക്കിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഫ്രം ദ ബിഗിനിങ്, ആ ഫസ്റ്റ് ഒരു ഡിസൈനിങ്, ആ ഒരു കോൺവെർസേഷൻ തുടങ്ങി ടിൽ ദ ഹാൻഡിങ് ഓവർ വരെ എല്ലാ കാര്യങ്ങളും, അതിന്റെ ഇടയ്ക്ക് വരുന്ന എന്ത് ചേഞ്ചസ് ആണെങ്കിലും ശരി, ലോണിലോട്ട് പോകും. ഇപ്പം നമ്മൾ ചെയ്യുന്ന പല പ്രൊജക്ടുകളിലും ഓൺ ഫണ്ട് കണ്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. പക്ഷെ പകുതി ആകുമ്പോൾ ക്ലയന്റിന് തോന്നുന്നു വേറൊരു പ്രോപ്പർട്ടി കണ്ടു. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും, ഞാനത് വേറൊരു ഫണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മൾക്ക് ഇതിന് ഒരു ലോൺ ഓപ്ഷൻ, അങ്ങനെ പറയുന്ന കേസുകളുണ്ട്. നമ്മളും ക്ലയന്റിനെ സജസ്റ്റ് ചെയ്യാറുണ്ട്, സാറിന് ഇത്രയും ഫണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് വേണമെങ്കിൽ ലോൺ ഓപ്ഷനിൽ പോകാം. ലോൺ ഓപ്ഷനിൽ പോകുമ്പോൾ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് പോർഷനിൽ ഒരു ടാക്സ് സേവിങ് വരുന്നുണ്ട്. ഇപ്പം 10% ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ ആണെങ്കിലും എഫക്റ്റീവ്ലി 25% ടാക്സ് ബ്രാക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ എഫക്റ്റീവ്ലി ഒരു 7.5% ആണ് ആ ലോണിന്റെ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് കണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിട്ടേൺ ഈ 7.5% മുകളിലാണെങ്കിൽ ഫോർ ദം ബെറ്റർ ഓപ്ഷൻ ഈസ് ലോൺ. അതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കുറച്ച് നല്ല പോയിന്റ്സ് നമ്മൾ കറക്റ്റ് ആൾക്കാരുടെ തലയ്ക്കകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ മാഡം പറഞ്ഞു. അത് ശരിക്കും നമ്മൾ എങ്ങനെ റീതിങ്ക് ചെയ്യിക്കുന്ന പോലത്തെ കുറച്ച് പോയിന്റ്. ഒന്ന്, ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതൊരു കൺസൾട്ടൻസിയുടെ പാർട്ടായിട്ട് ചെയ്ത് അത് അവർക്ക് ഏതാണോ ചിലപ്പോൾ അവർ വരുന്നത് ഒരു സംഭവമായിട്ടായിരിക്കും, പക്ഷെ പോകുന്നത് വേറെ അതിനെക്കാട്ടിലും ബെറ്റർ ആൻഡ് ഹാപ്പിയർ ഓപ്ഷൻ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് ബഡ്ജറ്റിലുള്ള ആൾ വന്നാലും അങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ കൺസൾട്ടൻസി ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെയധികം ഡെപ്തിൽ അനാലിസിസ് നടത്തിയിട്ട്
ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ തലമുറ മാത്രമായിരിക്കില്ല, വരുന്ന തലമുറയ്ക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന പോലെയുള്ള. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള, നമുക്ക് ഏറ്റവും പ്രൗഡ്ലി നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് പോലും ഡെഡ് ആയിട്ട് നിൽപ്പില്ല. എല്ലാ പ്രൊജക്റ്റും സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് മാമിന്റെ ചിരിയിൽ തന്നെ ഉണ്ട്. മാഡത്തിനെ കണ്ടാൽ പോലും തന്നെ ആ ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ ഡയറക്ടറിന്റെ അഡ്വൈസ് തരാൻ പറ്റുന്ന കറക്റ്റ് കോൺഫിഡൻസ് ഉള്ള ഒരു ലേഡി. അപ്പൊ താങ്ക്സ് ഫോർ ബീങ് ഹിയർ. താങ്ക് യു വീണ.